നമ്മുടെ ഈ എഡിറ്റേഴ്സിനോടും, എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഇന്റൻഷലി ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചാടിക്കുത്തി വലമ്പുരി വെട്ടിയിട്ട് ഓതര കടകം പരിപാടി, ഭയങ്കര ഫാൻസി എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ ഐറ്റം. അതല്ല സംഗതി. എവിടുന്നൊക്കെയോ കുറേ ലട്ടുകളും, പ്രീസെറ്റുകളും ഡൗൺലോഡ് ചെയ്തിട്ട്, അത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തീപ്പൊരി ഐറ്റം പരിപാടി. അതുമല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഫുട്ടേജിന്റെ ഇമോഷനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കട്ടുകൾ കൊണ്ടിട്ട് ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, ബേസിക് കട്ടുകളാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ എഡിറ്റ്സ് ഫുള്ള് നടക്കുന്ന സിസ്റ്റത്തിലല്ല, തലയിലാണ്. അതായത് ഒരു ഫുട്ടേജിന്റെ 2 സെക്കൻഡും കൂടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷൻ കൃത്യമായിട്ട് കൺവേ ആവും എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് വേണം. ഒരു ഇൻസേർട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളൊരു വേഗം വേണം. അതുപോലെ ഒരു 3 സെക്കൻഡ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്നുള്ള ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാലും, ഈ ഫൂട്ടേജുകൾ നമ്മള് ഒരു 100 തവണ കണ്ടിട്ടുണ്ടാവും. 100 തവണ കണ്ടു എന്ന് പറയുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ട്, അതിനകത്തെ കോമഡി ആണെങ്കിലും, ഇമോഷൻ ആണെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ വളരെ ന്യൂട്രലായിട്ട് ഇത് വർക്കാവാത്തൊരു സാധനം പോലെയായിരിക്കും ഫീൽ ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിലും ഇത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ഇത്തരം ഡിസിഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായിരിക്കും ഏറ്റവും നല്ലൊരു എഡിറ്റർ, ഏറ്റവും നല്ലൊരു എഡിറ്റിംഗ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ.